പണ്ടൊരു കാട്ടിൽ മലനിരകൾക്ക് മുകളിൽ ഒരു പ്രായാധിക്യം ചെന്ന ഒരു സന്യാസിയും ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള സന്യാസിയും ജീവിച്ചിരുന്നു. ഈ പ്രായമായ സന്യാസിയുടെ ശിഷ്യനായിരുന്നു ചെറുപ്പക്കാരനായ സന്യാസി എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ വയസ്സായ സന്യാസി മെഡിറ്റേഷനിൽ അഗ്രഗണ്യനുമായിരുന്നു. മെഡിറ്റേഷൻ ചെയ്യുന്നതിനായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടുതൽ സമയവും വിനിയോഗിച്ചിരുന്നു. സാധാരണയായിട്ട് അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്യാൻ ഇരുന്നാൽ അതൊരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ പകുതി സമയം വരെയൊക്കെ നീളുമായിരുന്നു. അതുമാത്രമല്ല, മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭാവിയിലെ കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനും കഴിയുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്യാനായിട്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നു. തൻ്റെ ശിഷ്യൻ 8 ദിവസത്തിനകം മരിക്കുമെന്നായിരുന്നു ആ തോന്നൽ. ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ ശിഷ്യനെ അടുത്തേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, മകനെ, ഞാൻ നിനക്കൊരു 8 ദിവസത്തെ അവധി അനുവദിക്കാൻ പോവുകയാണ്. പോയി നിൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ കണ്ടിട്ട് മടങ്ങി വരൂ. അപ്പോൾ ശിഷ്യൻ സന്തോഷത്തോടെ പറഞ്ഞു, അത് നന്നായി ഗുരു. കുറച്ച് ദിവസമായി വീട്ടിലുള്ളവരെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. ആകപ്പാടെ വിഷമമായിരുന്നു എനിക്ക്. അപ്പോൾ ആ ഗുരു പറഞ്ഞു, ഒരു കാര്യം കൂടി, നീ പോയിട്ട് ഒരു 8 ദിവസം കഴിയുമ്പോൾ തിരികെ മടങ്ങി വരണം. ഇപ്പോൾ പോയിക്കോളൂ. നിൻ്റെ മടങ്ങി വരവും കാത്ത് ഞാനിവിടെ കാത്തിരിക്കും. ശരി ഗുരു, ഞാൻ പോയി വരാം. താങ്കൾ ഇവിടെ സുഖമായിരിക്കൂ. അങ്ങനെ ആ ശിഷ്യൻ ആ മലനിരകൾ ഇറങ്ങി ദൂരേക്ക് നടന്നു നീങ്ങി. ശിഷ്യൻ യാത്രയാകുന്നത് നോക്കി ആ ഗുരു അല്പസമയം അവിടെ അങ്ങനെ തന്നെ നിന്നു. അങ്ങനെ അല്പസമയം നടന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യൻ ഒരു കാട്ടരുവിയുടെ അരികിൽ വെള്ളം കുടിക്കാനായിട്ട് നടത്തം പതിയാക്കി. അവന് നല്ല ദാഹമുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കുടിക്കുന്നതിനിടയിൽ കാട്ടരുവിയിൽ വെള്ളം ഒഴുകുന്നതിന് അരികിലായി ഒരു ഉറുമ്പിൻ്റെ കൂട് അവൻ കാണാനിടയായി. എണ്ണാൻ കഴിയുന്നതിനും അപ്പുറം ഉറുമ്പുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ കൂട്ടിൽ നിന്നും ഉറുമ്പുകൾ ഇറങ്ങുകയും കയറുകയും ചെയ്തുകൊണ്ടേയിരുന്നു. അവനത് കണ്ട് അവിടെ തന്നെ കുറേ നേരം കൗതുകത്തോടെ തന്നെ നോക്കി നിന്നു. എന്നിട്ട് ആ അരുവിയിൽ വിശ്രമിച്ചിട്ട് യാത്ര തുടരാൻ ആയപ്പോൾ അരുവിയിലെ വെള്ളം ഉയർന്നു പൊങ്ങുന്നതായിട്ട് അവൻ ശ്രദ്ധിച്ചു. അവൻ മനസ്സിൽ ചിന്തിച്ചു, വെള്ളം ഇനിയും മുകളിലേക്ക് ഉയർന്നു പൊങ്ങാൻ സാധ്യതയുണ്ട്. വെള്ളം ഇങ്ങനെ ക്രമാതീതമായി പൊങ്ങിയാൽ ഈ ഉറുമ്പിൻ കൂട് വെള്ളത്തിൽ ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ സമയം നല്ലപോലെ മഴയും തുടർച്ചയായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജലനിരപ്പ് വീണ്ടും ഉയരാനായിട്ട് തുടങ്ങി. അവൻ ഉടനെ തന്നെ അവൻ്റെ ദേഹം മറച്ചിരുന്ന തുണിയെടുത്ത് അതിൽ നല്ല ഉറച്ച ചെളിമണ്ണ് നിറച്ച് ആ ഉറുമ്പിൻ കൂടിൻ്റെ അരിക് കൂടുതൽ ഉറപ്പിച്ചു. ആ കൂടിന് കൂടുതൽ സംരക്ഷണം അവൻ നൽകി. എന്നിട്ട് ഉറുമ്പിൻ കൂടിൻ്റെ സമീപത്ത് കൂടെ ഒഴുകിയിരുന്ന വെള്ളത്തെ മറ്റൊരു ഇടത്തേക്ക് വഴിതിരിച്ച് വിടുകയും കൂടെ അവൻ ചെയ്തു. അങ്ങനെ ആ ഉറുമ്പുകളുടെ ജീവൻ അവൻ രക്ഷിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അവൻ നടന്ന് അവൻ്റെ വീട്ടിലെത്തി. അങ്ങനെ അവൻ്റെ വീട്ടിലെത്തി 8 ദിവസം പെട്ടെന്ന് തന്നെ അങ്ങ് കടന്നുപോയി. ഉടനെ അവൻ ഓർത്തു, തിരികെ ഗുരുവിൻ്റെ അടുക്കലെത്താനുള്ള സമയമായി. അവൻ അവൻ്റെ ഗുരുവിൻ്റെ അടുക്കലേക്ക് അങ്ങനെ യാത്ര തിരിച്ചു. അതേസമയം മലനിരകളിൽ വളരെ സങ്കടപ്പെട്ട് ഇരിക്കുകയായിരുന്നു ഗുരു. അവൻ അവൻ്റെ ശിഷ്യനെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. എൻ്റെ ശിഷ്യൻ ഇപ്പോൾ മരിച്ചിട്ടുണ്ടാകുമെന്ന് അദ്ദേഹം വേദനയോടെ ഓർത്തു. കാരണം 8 ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ 9ാമത്തെ ദിവസത്തിൻ്റെ വൈകുന്നേരമാണ്. തൻ്റെ ശിഷ്യനെ അവസാനമായി കാണാൻ കഴിയാഞ്ഞതിൽ അദ്ദേഹം അതിയായി വേദനിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ അദ്ദേഹം ദൂരേക്ക് നോക്കുമ്പോൾ തൻ്റെ ശിഷ്യൻ വളരെ സന്തോഷത്തോടെ നടന്ന് തൻ്റെ അടുക്കലേക്ക് വരുന്നതാണ് ആ ഗുരു കാണുന്നത്. ഉടനെ അദ്ദേഹം ഓടിച്ചെന്ന് തൻ്റെ ശിഷ്യനെ വാരിപ്പുണർന്നു. അദ്ദേഹത്തിന് പറയാൻ കഴിയാത്ത സന്തോഷമായിരുന്നു ആ നിമിഷം. തൻ്റെ ശിഷ്യൻ 8 ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് മരിച്ചില്ല എന്നോർത്ത് അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം തൻ്റെ ശിഷ്യനോട് കഴിഞ്ഞ 8 ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ ഓർത്ത് പറയാനായി പറഞ്ഞു. ശിഷ്യൻ ഓരോ കാര്യങ്ങൾ ഓർത്തോർത്ത് പറഞ്ഞു. ഒടുവിൽ തൻ്റെ ശിഷ്യൻ ഉറുമ്പുകളുടെ ജീവിതം രക്ഷിച്ച കാര്യവും അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ അതായിരുന്നു തൻ്റെ ശിഷ്യൻ്റെ എണ്ണപ്പെട്ട ആ 8 ദിവസത്തിൽ നിന്നും വീണ്ടും വളരെ നാൾ നീണ്ടു നിൽക്കുന്ന സന്തോഷകരമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും നമുക്കിതൊക്കെ തന്നെ കാണാൻ സാധിക്കും. നല്ല കർമ്മങ്ങൾ അല്ലെങ്കിൽ നല്ല പ്രവൃത്തികൾ ഇപ്പോഴും നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കും. നല്ല കർമ്മങ്ങളും അല്ലെങ്കിൽ പ്രവൃത്തികൾ നിങ്ങളുടെ ആയുരാരോഗ്യം വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷത്തിൻ്റെ സമൃദ്ധി കൊണ്ടുവരികയും ചെയ്യും. നിങ്ങളുടെ വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്നും
അതായത് നിങ്ങൾ ഈ ജന്മത്തിലും മുൻ ജന്മത്തിലും അറിഞ്ഞും അറിയാതെയും ചെയ്ത ചീത്ത കർമ്മങ്ങളുടെ ഭവിഷ്യത്ത് കുറച്ചു തരും. നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങൾ ചെയ്യുന്ന എന്ത് കർമ്മങ്ങളായാലും അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിച്ചേ തീരൂ. നല്ല കർമ്മങ്ങളായാൽ നല്ല ഫലങ്ങളും ചീത്ത കർമ്മങ്ങളാണെങ്കിൽ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. ഇത് അച്ചിട്ടായ കാര്യമാണ്. സോ കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തമെന്ന വണ്ണം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ജന്മത്തിൽ സൽപ്രവർത്തികൾ, അതായത് നല്ല പ്രവൃത്തി, നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക. അല്ലാത്ത പക്ഷം പ്രശ്നങ്ങൾ പിന്നെയും നിങ്ങളെ ഒരു പാമ്പിനെ പോലെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടേയിരിക്കും. ഇത് സത്യമായ കാര്യമാണ്. ഇത് മനസ്സിലാക്കാത്തവരോട് ഒന്നും പറയാനില്ല. നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ദുഃഖങ്ങളെന്ന് പറയുന്നത് നമ്മൾ ചെയ്ത ചീത്ത പ്രവൃത്തികളുടെ ഫലമാണ്. അത് ചിലപ്പോൾ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ മുൻജന്മത്തിലോ ചെയ്തതാകാം. അപ്പോൾ ആ ചീത്ത കർമ്മങ്ങൾ ചെയ്തത് വഴി നമുക്ക് ദുഃഖം ലഭിക്കുകയാണെങ്കിൽ, ഇൻ ദി സെയിം വേ നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങളെ തേടി സന്തോഷവും സമാധാനവും വന്നെത്തും. ദിസ് ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് കർമ്മ. ഇത് കർമ്മ തത്വമാണ്, അല്ലെങ്കിൽ പ്രപഞ്ച നിയമമാണ്. നല്ല കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ പക്കൽ പണം വേണമെന്നില്ല. വേദനയോടെ കരയുന്നവരുടെ കണ്ണുകൾ തുടയ്ക്കുന്നത് ഒരു നല്ല കർമ്മമാണ്. സങ്കടപ്പെട്ടിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നത് ഒരു നല്ല കർമ്മമാണ്. നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങ്, അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ശക്തി പകരുന്നത് ഒരു നല്ല കർമ്മമാണ്. എല്ലാത്തിനും ഉപരി ആരുടെയെങ്കിലും ദുഃഖങ്ങൾ മാറാൻ നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും നല്ല കർമ്മമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു ജീവിതം നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, ഇന്ന് തന്നെ തുടങ്ങൂ ഈ കാര്യം. കൂടെയുള്ളവരെ, സ്നേഹിക്കുന്നവരെ, അനാഥരെ, ആരാരും ആശ്രയമില്ലാത്തവരെ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ മറ്റൊരു ജീവൻ്റെ സങ്കടം അല്ലെങ്കിൽ കണ്ണുനീരകറ്റുന്ന നല്ല നല്ല പ്രവൃത്തികൾ, നല്ല കർമ്മങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ജീവിതം സന്തോഷവും സമൃദ്ധിയും കൊണ്ട് നിറഞ്ഞിരിക്കും. ഇത് ഉറപ്പ്. സത്യം, സത്യം, സത്യം.